കോഴി പിടിച്ച അത്ര പോലെ. Traveler.cafeയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഇത് രണ്ടാം ദിവസമാണ് കേട്ടോ. രണ്ടാം ദിവസം ഫസ്റ്റ് ഡേ ഞങ്ങള് അമ്പലം ദർശനമൊക്കെ കഴിഞ്ഞ് സെക്കൻഡ് ഡേ ആലപ്പുഴയിലുള്ള ഒരു റിസോർട്ടിലേക്കാണ് ഇന്ന് പോകുന്നത്. ഇവിടെ സ്റ്റേ ചെയ്ത് ഇവിടുത്തെ ആലപ്പുഴയിലെ കാഴ്ചകളൊക്കെ ഉണ്ട്. ഇവിടുത്തെ കപ്പ, അതുപോലെ കരിമീൻ സംഭവങ്ങളൊക്കെ ഒന്ന് കഴിക്കാനുള്ള ഒരു പരിപാടിയിലാണ് ഇന്നത്തെ യാത്ര കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും കാഴ്ചയിലേക്കും. അതുപോലെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഒരു വീഡിയോയിലും പറയാത്തതാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല ഒരുപാട് വീഡിയോസ് ചെയ്യുന്നതാണ്. എന്നോട് ഒരുപാട് പേര് പേഴ്സണലി എന്നോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് വണ്ടിയുടെ ഫ്രണ്ട് വശം മാത്രമാണ് എപ്പോഴും കാണുന്നത്, അതുപോലെ ഫേസ് കാണിക്കുന്നില്ല എന്നീ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, എല്ലാവരും കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് വീഡിയോ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് എന്റെ മുഖം കാണിച്ചിട്ട് വെറുപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് കേട്ടോ. നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് ബോട്ട് സർവീസ് അവൈലബിൾ ആണ്. അപ്പൊ പോകുന്ന വഴിയിൽ നമുക്ക് അവിടെ നിർത്തിയിട്ട് ഒരുപാട് ആൾക്കാർ കൈ കാണിച്ച് നിർത്തി പല റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പോലെ നമുക്ക് ഇവിടുന്ന് ബോട്ട് സർവീസ് ഒന്നും എടുക്കണ്ട. കാരണം നമ്മൾ പോകുന്ന ഹോം സ്റ്റേയിൽ നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ്. അപ്പൊ അവരോട് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഷിപ്പ് അറേഞ്ച് ചെയ്ത് തരും. അങ്ങനെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് നമുക്ക് പോയി ഒന്ന് ജസ്റ്റ് ഒരു എക്സ്പ്ലോർ ഒക്കെ ചെയ്തിട്ട് പോയി വരാവുന്നതാണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഹോം സ്റ്റേ. ഇവിടെ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഒരു ദിവസം ഇരിക്കാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഇത്. റൂം കാര്യങ്ങളൊക്കെ ഭയങ്കര ക്ലീൻ ആയിരുന്നു. അപ്പൊ ഇനി ആ കാഴ്ചകളൊക്കെ ഒന്നുകൂടി കണ്ടിട്ട് വരും. ഇവിടെ നിന്നുള്ള വ്യൂ അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരും. ലൈക്കിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഇവിടെയൊക്കെ വന്ന് ഒരു ദിവസം സ്റ്റേ ചെയ്യാനൊക്കെ. അപ്പോൾ ഞാൻ ഈ പ്രോപ്പർട്ടിയുടെ പേര് പറഞ്ഞില്ലല്ലോ, മലയാളം ഹോം സ്റ്റേ എന്നാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ നെയിം. അപ്പോൾ ഇങ്ങോട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മുടെ മലയാളം ഹോം സ്റ്റേയിലെ ചേട്ടനാണ് ജോസഫ് ചേട്ടനാണ് നമുക്കിപ്പോൾ ബോട്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞത്. എങ്ങനെയാണ് എപ്പോഴാണ് അദ്ദേഹമാണ് നമുക്ക് ബോട്ടും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നത് കേട്ടോ. ഇതൊരു മെയിൻ റൂട്ടാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹൗസ് ബോട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ കുറച്ച് കുട്ടികൾ, ഇത് ഇവിടെ ട്രെയിനിങ് നടക്കുന്ന ഒരു സ്കൂളുണ്ട്. അപ്പൊ അവിടുത്തെ കുട്ടികളാണ്, ആ ഒരു ട്രെയിനിങ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ശരി, ട്രെയിനർ അങ്ങനെയൊക്കെ നമുക്ക് പോകാനുള്ള ബോട്ട് അവിടെ റെഡി ആയിട്ടിട്ടുണ്ട്. നമ്മളെ കൊണ്ടുപോകുന്നത് സജീവേട്ടനാണ്. നല്ല നല്ല അടിപൊളി ചിരിയുള്ള ഒരു സജീവേട്ടൻ കേട്ടോ. അന്ന് മൂപ്പരാണ് നമുക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചയിലേക്ക് കിടക്കാം അല്ലേ. നല്ല പിടിച്ചോട്ടോ. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ റൗണ്ട് അടിച്ച് വരാമല്ലോ. അവള് ചാടേ, ഒന്നുമില്ലല്ലോ ഇതിന്റെ കയ്യില്, സേഫ് അല്ലേ ഫോണൊക്കെ? ഓക്കെ ഓക്കെ. നല്ല കാറ്റാണല്ലേ.
ഈ ഭാഗത്തു നിന്നായിട്ടാണ് വള്ളംകളി സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഉണ്ടായില്ല, കാരണം നമുക്ക് കോവിഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടില്ല. ഈവനിങ് ആയിരുന്നു ഈ ഒരു യാത്ര ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ഫീലിംഗ്. സജീവേട്ടനോട് നല്ലൊരു കരിമീൻ കിട്ടുന്ന എവിടെ, നല്ല സ്പോട്ട് എവിടെ പറഞ്ഞപ്പോ അങ്ങനെ കൊടന്ന് നിർത്തിയ സ്ഥലമാണ്. ഇവിടെ ഒരു പരുന്തിനെ ട്രെയിനിങ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും കയ്യിലിരുത്തിയിട്ടൊക്കെ. അതിന് 20 റുപ്പീസ് ആണ്. കോഴി പിടിച്ച അവിടത്തെ പോലെ അയ്യടാ. ഇവിടെ നല്ല ഫ്രഷ് കരിമീൻ കിട്ടുന്നവിടെ പറഞ്ഞത്. അപ്പൊ ഇവിടെ നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ടുണ്ട്, ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്പോട്ടിൽ ഫ്രൈ ചെയ്ത് അടിപൊളി സ്പെഷ്യൽ കൂട്ടൊക്കെ ചേർത്ത് അടിപൊളിയാക്കി തരും. ഞങ്ങൾ എന്തായാലും ഒരു കരിമീനെ ഓർഡർ ചെയ്തു. ഇവിടെ കയറിയിരുന്ന് നല്ലൊരു എന്താ പറയാ കായൽ തീരത്തിന്റെ വൈബൊക്കെ ആസ്വദിച്ചിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാൻ തീരുമാനിച്ചു. നല്ല അടിപൊളി സൂപ്പർ കരിമീനും നല്ലൊരു കിടിലൻ കരിമീനും അതുപോലെ കക്കിറച്ചിയൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് നേരെ റൂമിലേക്ക് പോവാണ്. ഇരുട്ടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോട്ട് ഓടിക്കാൻ ബുദ്ധിമുട്ടാകുന്നതാണ് സജീവട്ടം പറഞ്ഞത്. നമുക്കിവിടെ ബസ് സർവീസ് പോലെ ബോട്ട് സർവീസും അവൈലബിൾ ആണ്. അതായത് നമുക്ക് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന ഭാഗത്തേക്ക് പോകാനുള്ള ബോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതിന് ചാർജ് വരുന്നത് 40 റുപ്പീസ് 30 റുപ്പീസ് അങ്ങനെ ബസ് ചാർജ് പോലെ തന്നെയുള്ള റേറ്റും കാര്യങ്ങളാണ് വരുന്നത്. ഇരുട്ടായി അവിടെ റൂമിലെത്തുമ്പോഴേക്കും. അപ്പോൾ അതുകൊണ്ട് നേരെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ഇനി നമുക്ക് നേരെ രാവിലത്തെ കാഴ്ചകളും അതുപോലെ ഈ റൂമിന്റെ ഡീറ്റെയിൽസും ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. കായലിന്റെ ഭംഗി ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാടി പോലൊരു സെറ്റപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്ത് വെച്ചത്, രാവിലെ ആ ഒരു ഭംഗി ആസ്വദിക്കാന്നുള്ള തീരുമാനിച്ച് അവിടെ ഇരുന്ന് കുറച്ചു നേരം. അപ്പോൾ കണ്ട കാഴ്ച, ഒരു അമ്മി മകളും കൂടിയിട്ട് അത് തലേ ദിവസം വല വിരിച്ച് അത് രാവിലെ വന്ന് ആ വല എടുത്തു നോക്കുന്നതാണ് ദൃശ്യമാണ് കണ്ടത്. എനിക്ക് ഭയങ്കര എന്താ പറയാ, ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ഉപജീവനം എന്നിപ്പോൾ കാണുമ്പോൾ ഭയങ്കര അതിശയം തന്നെ. ഞാൻ ഈ കാഴ്ച, രാവിലത്തെ ഈ കാഴ്ച കുറേ നേരം നോക്കിയിരുന്നു. അതുപോലെ തന്നെ ചെറിയ തോണികൾ, പല സാധനങ്ങളായിട്ട് പോകുന്ന തോണികൾ, പലചരക്ക് സാധനങ്ങളായിട്ട് പോകുന്ന തോണികൾ, അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ചു. മലയാളം ലേക്ക് റിസോർട്ടിൽ നിന്ന് ഞങ്ങൾ വെക്കേറ്റ് ചെയ്യാണ്. നേരത്തെ വെക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ റേറ്റ് വരുന്നത് നമുക്ക് ഒരു റൂമിന് 2000 റുപ്പീസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു വീട്ടിലാണ് സ്റ്റേ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റം സൂപ്പർ ആയിരുന്നു. ജസ്വിൻ ആണെങ്കിലും, നേരത്തെ നമ്മൾ വീഡിയോന്റെ ഫസ്റ്റ് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടാകും, വീഡിയോ ഫസ്റ്റ് മുതൽ കണ്ടവർക്ക് മനസ്സിലാവും, നമ്മുടെ ജോസഫ് ചേട്ടൻ. അവരൊക്കെ ആണെങ്കിലും നല്ല രീതിയിലുള്ള സഹായങ്ങളും, അതുപോലെ നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ താമസിക്കുന്നത് അതുപോലത്തെ ഉള്ള ഒരു ഫീല് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്.
ഇവിടെ ഒരു ചെറിയൊരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇവിടേക്ക് പാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതായത് പ്രോപ്പർട്ടിക്ക് ഉള്ളിലേക്ക് വണ്ടി കൊണ്ടുവരാനുള്ള ഓപ്ഷൻ ഇല്ല. നമുക്ക് ഇതൊരു കായൽ തീരായതുകൊണ്ട് തന്നെ. അപ്പോൾ കുഴപ്പമില്ല, നമ്മുടെ ലഗേജും കാര്യങ്ങളും അവർ കൊണ്ടുവന്ന് തരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും. പിന്നെ അതുപോലെ വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു വീട്ടില് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എനിക്ക് ലഗേജ് കുറച്ച് കൂടുതലുണ്ടായത് കൊണ്ട് അവിടെ നിന്ന് അവരുടെ വെഹിക്കിള് എനിക്ക് തന്നയച്ചു. എന്നിട്ട് അവിടെ നിന്ന് കാറിൽ നിന്ന് ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നോളാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയൊരു സൗകര്യമായി എനിക്ക് തോന്നി. അങ്ങനെ സ്പെഷ്യൽ താങ്ക്സ് ടു മലയാളം ടീമിനോട് സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ ഉണ്ടെങ്കിൽ ആൾക്കാരൊക്കെ നമുക്ക് വിടണം കേട്ടോ. വിടും. അതെ, ആയിക്കോട്ടെ. മെയിൻ റോഡിൽ നിന്ന് 2 മിനിറ്റിന് നടക്കുള്ളൂ. കേട്ടോ, ഇവര് ശരിക്കും തല്ലോ എല്ലാവർക്കും കസ്റ്റമർക്കൊക്കെ ഇവരെന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കും. അതെ, വണ്ടി പാർക്ക് ചെയ്യലും മാത്രമാണ് ഒരു ബുദ്ധിമുട്ട് വരുന്നുള്ളൂ. പക്ഷെ ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരുപാട്. മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനൊക്കെ ഇവർ നന്നായിട്ട് സഹായിക്കും. നല്ല പെരുമാറ്റം അല്ലേ, എല്ലാവരുടെയും നല്ല പെരുമാറ്റം. ബൈക്ക് പോലെയാണ് ഈ തോണിയൊക്കെ. കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ബൈക്കിൽ പോണ പോലെ ഇവിടുന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനൊക്കെ ഈ തോണി ഉപയോഗിക്കാം. ഓരോ വീട്ടിൽ അതെ, ഓരോ വീടിൻ്റെ മുന്നിലുണ്ട്. ഇനിയും ഒരുപാട് വീഡിയോസ് ചെയ്യാൻ എനിക്ക് സാധിക്കട്ടെ. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഇനിയും മുന്നോട്ട് പോകാനുള്ള സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് നല്ല അടിപൊളി കാഴ്ചകൾ കാണിക്കാൻ സാധിച്ചു എന്ന വിശ്വാസത്തോടെ സൈനിങ് ഓഫ് ഹരി.